നമസ്കാരം, ജാൻ മീഡിയയിലേക്ക് സ്വാഗതം. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം തേടി മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മലബാറിലെ സാധാരണ യാത്രക്കാരുടെ ആശ്രയമായിരുന്ന 0645 566663 56664 പാസഞ്ചർ വണ്ടികൾ പുനഃസ്ഥാപിക്കുവാനും പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ഷൊർണൂരിലും കോഴിക്കോടും പിടിച്ചിടുന്നത് ഒഴിവാക്കി എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വള്ളിക്കുന്ന് MLA TV ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് നിവേദനം നൽകിയത്. വൈകിട്ട് 5:45-നും 6:45-നും ഷൊർണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന 2 പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയതോടെ വൈകിട്ട് 4:20-ന് ശേഷം നീണ്ട 4 മണിക്കൂർ നേരത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു ട്രെയിനും അനുവദിക്കാത്ത ഡിവിഷണൽ റെയിൽവേ അധികാരികളുടെ മനുഷ്യത്വരഹിതമായ സമീപനത്തിൽ നൂറുകണക്കിന് ദൈനംദിന യാത്രക്കാരാണ് മറ്റു യാത്രാമാർഗങ്ങളില്ലാതെ വലിയ പ്രയാസം അനുഭവിക്കുന്നത്. നിർത്തലാക്കിയ വണ്ടികൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സദേൺ റെയിൽവേ ജനറൽ മാനേജറെയും ഡിവിഷണൽ റെയിൽവേ മാനേജറെയും ലോകസഭയിലെ ജനപ്രതിനിധികളെയും മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സമീപിക്കുകയും പാലക്കാട് ഡിവിഷണൽ റെയിൽവേ ആസ്ഥാനത്ത് ഉപവാസവും കോഴിക്കോട്ടും തിരൂരും പ്രതിഷേധ സംഗമങ്ങളും ഉൾപ്പെടെ നിരവധി പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടായില്ല. അസോസിയേഷൻ വൈസ് പ്രസിഡന്റും പാലക്കാട് ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റ് കമ്മിറ്റി അംഗവുമായ അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് തുടർച്ചയായ 4 DRUCC മീറ്റിംഗിലും ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന സദേൺ റെയിൽവേ സോണിൽ തുടർച്ചയായ നീണ്ട 4 മണിക്കൂർ നേരം ഒരു വണ്ടിയും കടത്തിവിടാത്ത മേഖല ഷൊർണൂരിനും കോഴിക്കോടിനും ഇടയിൽ മാത്രമാണ്. ഇത് മലബാറിലെ ട്രെയിൻ യാത്രക്കാരോടുള്ള റെയിൽവേയുടെ വിവേചന സമീപനമാണ്. വള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA TV ഇബ്രാഹിം, MLAയോടൊപ്പം DRUCC അംഗം അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന്, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K രഘുനാഥ്, ഓർഗനൈസിംഗ് സെക്രട്ടറി M ഫിറോസ് ഫിസ വെങ്ങാലി, ട്രഷറർ KK റസാഖ് ഹാജി തിരൂർ എന്നിവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത്. ട്രെയിൻ യാത്രക്കാരുടെ പ്രയാസങ്ങൾ ശ്രദ്ധിച്ചു കേട്ട മുഖ്യമന്ത്രി ദൈനംദിന യാത്ര ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണ യാത്രക്കാരെ ബാധിക്കുന്ന പ്രസ്തുത വിഷയത്തിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി.